വീടിന്റെ താക്കോൽ കൈമാറി. സേവാഭാരതിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടപ്പാക്കുന്ന തലചായ്ക്കാൻ ഒരിടം പദ്ധതിയിൽ നിർമ്മിച്ച വീടിന്റെ താക്കോലാണ് കൈമാറിയത്. കരുനാഗപ്പള്ളി കുലശേഖരപുരത്താണ് വീട് നിർമ്മിച്ചത്. ഓച്ചിറ ചങ്ങൻകുളങ്ങര ശിവഭവനത്തെ ശിവരാജൻ, ഭാര്യ സൗമ്യ, മകൾ ശിവനന്ദ എന്നിവർ അടങ്ങിയ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. RSS കൊല്ലം ഗ്രാമജില്ലാ സംഘചാലക് ആർ മോഹനൻ, സഹസംഘചാലക് മഹാദേവൻ എന്നിവർ ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി. എല്ലാവരെയും നമ്മുടെ സമാജത്തിൽ ഒത്തൊരുമിച്ച് ഒരേ നിലയിൽ എല്ലാ ആൾക്കാരെയും കൊണ്ടുവരിക എന്നുള്ളതാണ് സേവാഭാരതിയുടെ ധർമ്മം. അതിന് വേണ്ടിയിട്ട് സേവാഭാരതി നടത്തുന്ന ഇതേപോലുള്ള കാര്യങ്ങൾക്ക് നമുക്കറിയാം. സേവാഭാരതി ദുരന്തങ്ങളുണ്ടാകുന്ന സമയത്തും ഒക്കെ തന്നെ ഏറ്റവും മുന്നിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന സേവാഭാരതിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ തന്നെ കിട്ടുന്നത് വളരെ താമസിച്ചതായിരിക്കും. കാരണം ഗവൺമെൻറ്റിൻ്റെ സഹായങ്ങൾ അത് കിട്ടുക എന്നുള്ളതിലേക്ക് നമുക്ക് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. സേവാഭാരതിയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് തലചായ്ക്കാൻ ഒരിടം എന്ന പദ്ധതി പ്രകാരം കേരളത്തിൽ നിർമ്മിക്കുന്ന 1000 വീടുകളിൽ കൊല്ലം ജില്ലയിലെ 5ാമത്തെ വീടാണിത്. 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചായിരുന്നു വീടിന്റെ നിർമ്മാണം. സേവാഭാരതി താലൂക്ക് കോർഡിനേറ്റർ ജോയ് ടി, കുലശേഖരപുരം യൂണിറ്റ് പ്രസിഡന്റ് വാമദേവൻ കോതേരി, സെക്രട്ടറി ജി മഹാദേവൻ, IT കോർഡിനേറ്റർ രാജേശ്വരി, വാർഡംഗം അഭിലാഷ്, RSS വിഭാഗ് സമ്പർക്ക പ്രമുഖ് S രാജേഷ്, ജില്ലാ സഹകാര്യവാഹ് ഓമനക്കുട്ടൻ, വ്യവസ്ഥാ പ്രമുഖ് ഗിരീഷ്, താലൂക്ക് സംഘചാലക് ഡോക്ടർ ജി രഘു, കാര്യവാഹ് സുനിൽ, ശ്രീകുമാർ മനോജ്, കണ്ണൻ ചങ്ങൻകുളങ്ങര, അരുൺ, അനന്തു അനിൽ വാഴപ്പള്ളി, ബിജു കുറുങ്ങപ്പള്ളി, വേണു സ്വരാജ്, ബിജു, വിജയൻ ഓച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. ശിവരാജനും സേവാഭാരതി ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചേർന്ന് നൽകിയ വീട് എല്ലാ പാവപ്പെട്ടവർക്കും ഒരു മാതൃകയായിട്ടാണ് സേവാഭാരതി ഈ പ്രവർത്തനം ചെയ്യുന്നത്. അതുകൊണ്ട് വാർഡ് മെമ്പർ എന്ന രീതിയിൽ എനിക്ക് വളരെയേറെ അഭിമാനമുണ്ട്. സേവാഭാരതിയുടെ ഈ പുണ്യപ്രവർത്തനം ഇനിയും ഉണ്ടാകും. അതുപോലെ നിരവധി കുടുംബങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീടുണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.